പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. ഇന്നത്തെ റോ എപ്പിസോഡ് കിക്ക് ഓഫ് ചെയ്യുന്നത് സോളോ സിക്കോവ, ജെ ഊസോ തുടങ്ങിയവരുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. ആദ്യം സോളോ സിക്കോവയാണ് വരുന്നത്. ആദ്യം കാണികളുടെ ഇടയിൽ നിന്നുകൊണ്ട് സോളോ സിക്കോവയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. അങ്ങോട്ടേക്ക് ജെ ഊസോ വരുന്നു. ജെ ഊസോ സോളോ സിക്കോവയെ വെല്ലുവിളിക്കുന്നു. ബ്ലഡ്ലൈൻ്റെ കൂടെ വന്ന് ചേരാൻ ആവശ്യപ്പെടുന്നു. പറ്റില്ല എന്ന് സോളോ പറയുന്നു. മെയിൻ ഇവൻറ്റിലേക്ക് ജെ ഊസോ സോളോ സിക്കോവയെ ഒരു മാച്ചിന് വേണ്ടി ക്ഷണിക്കുന്നു. മത്സരത്തിൽ സോളോ സിക്കോവയെ പരാജയപ്പെടുത്തിയാൽ അടുത്ത ആഴ്ച റോമൻ റെയിൻസിൻ്റെ നേർക്ക് സോളോ വന്ന് നിൽക്കണം, ഞങ്ങളുടെ കൂടെ ചേരണം എന്നുള്ളൊരു സ്റ്റിപ്പുലേഷൻ മുന്നോട്ടേക്ക് വെക്കുന്നു. ഇനി സോളോ സിക്കോവയാണ് വിജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ ബ്ലഡ് ലൈൻ സോളോ സിക്കോവയെ വിട്ട് മാറിപ്പോകണം എന്നുള്ളത്, അതായത് സോളോ സിക്കോവയ്ക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തെ വിട്ട് മാറി നിൽക്കണം എന്നുള്ള ഒരു സ്റ്റിപ്പുലേഷൻ സോളോ സിക്കോവയെ മുന്നോട്ടേക്ക് വെക്കുന്നു. അങ്ങനെ മെയിൻ ഇവൻറ്റിലേക്ക് ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു 1-on-1 മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്യുന്നു. പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് ബ്ലഡ് ലൈൻ്റെ ഒരു മീറ്റപ്പ് ആയിരുന്നു. ജെ ഊസോ സോളോ സിക്കോവയുമായിട്ടുള്ള ഒരു മാച്ച് സെറ്റ് ചെയ്തതിൻ്റെ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് ജിമ്മി യൂസോയ്ക്ക് കൈകൊടുത്ത് വരുന്നു. പക്ഷേ ജേക്കബ് ഫാറ്റുവിൻ്റെ ഒരു മുഖത്തൊരു അതൃപ്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജേക്കബ് ഫാറ്റു പറയുന്നുണ്ട് എന്തിനാണ് സോളോ സിക്കോവയുമായിട്ടുള്ള ഒരു മാച്ച് കൺഫേം ചെയ്തത് എന്ന്. അപ്പോൾ റോമൻ റെയിൻസിന് വേണ്ടിയിട്ടാണ് താൻ ഇത് സെറ്റ് ചെയ്തത് എന്ന് ജെ ഊസോ പറയുമ്പോൾ റോമൻ റെയിൻസ് ഇങ്ങനെയൊന്നും ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ജേക്കബ് ഫാറ്റു പറയുന്നു. പക്ഷേ റോമൻ റെയിൻസിന് ഇതാണ് ആവശ്യം എന്നുള്ള ഒരു മറുപടിയാണ് ജെ ഊസോ കൊടുക്കുന്നത്. കൂടാതെ ജേക്കബ് ഫാറ്റുവിന് ചെയ്യാൻ പറ്റാത്തത് താൻ ചെയ്ത് കാണിക്കുമെന്നുള്ളതും ജെ ഊസോ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ വലിയൊരു ദേഷ്യമുള്ള ഒരു ജേക്കബ് ഫാറ്റുവിൻ്റെ കുറച്ച് മൊമെൻറ്റ്സും കൂടി ആ ഒരു സെഗ്മെൻറ്റിൽ കാണിക്കുകയുണ്ടായി. റോ എപ്പിസോഡിലെ ആദ്യത്തെ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ചത് റോമൻ റെയിൻസിൻ്റെ കൈവശമുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ നമ്പർ 1 കണ്ടൻഡേഴ്സിനെ കണ്ടുപിടിക്കുന്ന ലൂച്ചാഡോസ് റെസ്ലേഴ്സ് മാത്രം പങ്കെടുക്കുന്ന ടൂർണമെൻറ്റിൻ്റെ ആദ്യത്തെ മത്സരമായിരുന്നു. പെൻഡ വേഴ്സസ് ലയറോ കിഡ് തമ്മിലുള്ള ഒരു മത്സരം. ഈ ലയറോ കിഡ് എന്ന് പറയുന്ന റെസ്ലർ ട്രിപ്പിൾ എയിലെ മിക്സ്ഡ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ പെൻഡ എന്ന് പറയുന്ന റെസ്ലർ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ പെൻഡ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ടാണ്. കാരണം ഈ ടൂർണമെൻറ്റിൽ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത് പെൻഡ തന്നെയായിരുന്നു. ലയറോ കിഡ് എന്ന് പറയുന്ന റെസ്ലർ എത്രത്തോളം ഒരു ക്വാളിറ്റി പെർഫോമൻസ് കാഴ്ചവെക്കും എന്നുള്ളതാണ് ഇതിലെ ഒരു നമുക്ക് കാണാൻ ഇൻട്രസ്റ്റ് തോന്നിപ്പിക്കുന്ന ഒരു പോയിന്റ്. അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു. കാരണം ലയറോ കിഡിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചു. ഈ ട്രിപ്പിൾ എയിലെ റെസ്ലേഴ്സിനെ റോയിലേക്ക് ഇടയ്ക്കൊക്കെ കൊണ്ടുവരുന്നത് ഒരു വ്യത്യസ്തത നമുക്ക് റോ എപ്പിസോഡ് കാണുമ്പോൾ നൽകും എന്നുള്ളതിൽ യാതൊരുവിധ ഒരു സംശയവുമില്ല. എന്തായാലും മികച്ചൊരു മത്സരമായിരുന്നു നമുക്ക് റോ എപ്പിസോഡിലെ തുടക്കത്തിലെ മത്സരത്തിലൂടെ കാണാൻ സാധിച്ചത്. ലയോ കിഡിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് പെൻഡ അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ സെഗ്മെൻറ്റ് നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ദ വിഷൻ ടീമിൻ്റെയും ലോഗൻ പോളിൻ്റെയും ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഇതിൽ ആൽഫ അക്കാദമി എന്ന് പറയുന്ന ടീമിനെ സംബന്ധിച്ചുള്ള നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മാച്ചുകളെ സംബന്ധിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ് ആദ്യം ചോദിക്കുന്നത്. ഇതിന് ലോഗൻ പോൾ പറയുന്നത് ആൽഫ അക്കാദമിയിലെ ഓട്ടിസ്, അക്കിറോ ടൊസാവ തുടങ്ങിയവരൊന്നും ദ വിഷൻ ടീമിനെ സംബന്ധിച്ച് ഒരു എതിരാളിയെ അല്ല എന്നുള്ളത്. മാക്സിനി ഡുപ്രി ഞങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നത്. മാക്സിനി ഡുപ്രി തന്നെ അത് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി എന്തിനാണ് അക്കിറോ ടൊസാവയൊക്കെ ഇങ്ങനെ ഞങ്ങൾക്കെതിരെ വരുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല എന്നാണ് ലോഗൻ പോൾ പറയുന്നത്. ഇതേ കാര്യം തന്നെ ഓസ്റ്റിൻ തിയറിയും പറയുന്നു, ഈ മാക്സിനി ഡുപ്രിയും പറയുന്നു. താൻ ഒരിക്കലും ഓസ്റ്റിൻ തിയറിയെ വിട്ടുപോകില്ല എന്ന് തിയറിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാക്സിനി ഡുപ്രിയും പറയുന്നുണ്ട്. അതിനുശേഷം ഇവരുടെ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ലോഗൻ പോളും മാക്സിനി ഡുപ്രിയും അതുപോലെ തന്നെ ഓസ്റ്റിൻ തിയറിയും അങ്ങോട്ടേക്ക് പോകുന്നു. ബ്രോൺ ബ്രേക്കർ അവിടെ നിന്ന് ഒരടി അനങ്ങുന്നില്ല. അപ്പോൾ ബ്രയാൻ സാക്സ്റ്റൺ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ബ്രോൺ ബ്രേക്കറിന് പറയാനുണ്ടോ എന്നുള്ളത്. അപ്പോൾ ബ്രോൺ ബ്രേക്കർ ചോദിക്കുന്നത് ഒബാഫെമി ഈ കമ്പനിയുടെ ഭാവിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെയാണ് ബ്രോക്ക് പറഞ്ഞത് എന്ന് ഈ ബ്രയാൻ സാക്സ്റ്റൺ എന്ന് പറയുന്ന ഇൻ്റർവ്യൂർ മറുപടി കൊടുക്കുന്നു. ബ്രോൺ ബ്രേക്കർ അവിടെ നിന്ന് പോകുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. റോ എപ്പിസോഡിലെ രണ്ടാമത്തെ മത്സരമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് ഓസ്റ്റിൻ തിയറിയും അക്കിറോ ടൊസാവയും തമ്മിലുള്ള ഒരു 1-on-1 മത്സരമായിരുന്നു. ഇന്നത്തെ റോ എപ്പിസോഡിൽ കുറച്ച് വീക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു മത്സരം ഈ ഒരു 1-on-1 മത്സരമാണ്. നമുക്കറിയാം ഓസ്റ്റിൻ തിയറി തന്നെയായിരിക്കും മത്സരത്തിൽ വിജയിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഈ മത്സരശേഷം ഈ ആൽഫ അക്കാദമിക്കെതിരെയുള്ള സ്റ്റോറി മുന്നോട്ടേക്ക് പോകുമ്പോൾ അതോ വിഷൻ ടീമിനെതിരെ പുതിയൊരു ടാഗ് ടീം ഒരു ചലഞ്ചേഴ്സായി കയറി വരുമ്പോൾ എന്നുള്ളതായിരുന്നു ഒരു ചോദ്യചിഹ്നം. പ്രതീക്ഷിച്ച പോലെ തന്നെ ഓസ്റ്റിൻ തിയറി മത്സരത്തിൽ വിജയിക്കുന്നു. ചെയർ ഉപയോഗിച്ചുകൊണ്ട് അക്കിറോ ടൊസാവയെ അടിക്കാൻ പോകുമ്പോൾ ഒഫീഷ്യൽസ് വന്നിട്ട് ഓസ്റ്റിൻ തിയറിയെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഇതേ സമയത്ത് അക്കിറോ ടൊസാവയെ റിങ്ങിൽ വെച്ചിട്ട് ബ്രോൺ ബ്രേക്കർ സ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അപ്രതീക്ഷിതമെന്നോണം ഒബാഫെമിയുടെ മ്യൂസിക് പ്ലേ ആകുന്നു. ഒബാഫെമി അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാൻഡ് എൻട്രൻസിലൂടെ ആ റിങ്ങിലേക്ക് കയറുന്നു. ബ്രോൺ ബ്രേക്കറും ഒബാഫെമിയും തമ്മിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കുമെന്ന് തോന്നിച്ചു. ഇതിനിടയിൽ ഓസ്റ്റിൻ തിയറിയെ ഒബാഫെമി അടിച്ചിടുന്നുണ്ട്. അത് റിങ്ങിൻ്റെ പുറത്ത് വെച്ചിട്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഒഫീഷ്യൽസ് കയറി ഒബാഫെമിയെയും ബ്രോൺ ബ്രേക്കറെയും പിടിച്ചു മാറ്റുന്നുണ്ട്. എന്തായാലും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഫ്യൂഡിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ റോ എപ്പിസോഡിൽ ജസ്റ്റ് ഇവർ ഫേസ് ടു ഫേസ് വന്ന് പോയതല്ല, ഇതൊരു
സ്റ്റോറിയാക്കി തന്നെ ഇനിയുള്ള ആഴ്ചകളിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്നുള്ള വലിയ ശുഭപ്രതീക്ഷയാണ് റോ എപ്പിസോഡിൽ നൽകിയിട്ടുള്ളത്. കാരണം ഫ്യൂച്ചർ മെയിൻ ഇവൻറ്റേഴ്സാണ്, റസൽമീനിയ മെയിൻ ഇവൻറ്റ് ചെയ്യാൻ പോകുന്ന റെസ്ലേഴ്സാണ്. അപ്പോൾ ഇവർക്കിടയിൽ ഇവരുടെ ഈ രക്തം തിളച്ചു നിൽക്കുന്ന ഈ പ്രായത്തിൽ തന്നെ ഒരു ഫ്യൂഡ് കൊണ്ടുവന്ന് ഇനി ഇവരാണ് ഞങ്ങളുടെ മുഖമുദ്ര, അല്ലെങ്കിൽ ഇവരെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇനി ഞങ്ങളുടെ പ്രൊഡക്റ്റ് സെൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് WWE കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പോയിന്റുകളിൽ ഒന്ന് ഈ ഒബാഫെമിയും ബ്രോൺ ബ്രേക്കറും ഫേസ് ടു ഫേസ് വന്നതാണ്. ഇതിനേക്കാൾ ഇൻറ്റൻസിറ്റിയുള്ള നല്ല നല്ല ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റ്സും ഫൈറ്റുകളും ഇനിയുള്ള ആഴ്ചകളിൽ നമുക്ക് ഇവരുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. പിന്നീട് റോ എപ്പിസോഡിൽ നടന്ന മറ്റൊരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ സെഗ്മെൻറ്റ് AAA ജനറൽ മാനേജറും റോ ബ്രാൻഡിലെ സൂപ്പർ സ്റ്റാറുമായ WWE ഹോൾ ഓഫ് ഫെയിമറായ റെയ് മിസ്റ്റീരിയോയുടെ ഈ ഒരു ടൂർണമെൻറ്റ് ആരംഭിച്ചതിനെ സംബന്ധിച്ച് സംസാരിച്ചതായിരുന്നു. അപ്പോൾ റെയ് മിസ്റ്റീരിയോ ഈ ഒരു ടൂർണമെൻറ്റിനെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനിടയിലേക്ക് ഡ്രാഗൻ ലീ അങ്ങോട്ടേക്ക് വരുന്നു. ഡ്രാഗൻ ലീ ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് അഡീഷൻ ചെയ്തതിനോട് ഡ്രാഗൻ ലീ ഒരു നന്ദി ഈ റെയ് മിസ്റ്റീരിയോയോട് പറയുന്നുണ്ട്. അപ്പോൾ നീ എന്നോട് നന്ദി ഒന്നും പറയേണ്ട, നീ ഇത് ഏൺ ചെയ്തതാണ്, അല്ലാതെ ഞാൻ നിനക്ക് വെറുതെ തന്നതല്ല എന്ന് പറയുന്നു. അങ്ങോട്ടേക്ക് AAA മെഗാ ചാമ്പ്യനും റെയ് മിസ്റ്റീരിയോയുടെ മകനുമായ ഡൊമിനിക് മിസ്റ്റീരിയോ കയറി വരുന്നു. AAA മെഗാ ചാമ്പ്യനും കിങ് ഓഫ് ലൂച്ചാഡോറുമായ താൻ എന്തുകൊണ്ട് ഈ ഒരു ടൂർണമെൻറ്റിൽ ഇല്ല, ഇത് റെയ് മിസ്റ്റീരിയോ എനിക്ക് മനഃപൂർവ്വം പണി തന്നതാണ് എന്ന് ഡൊമിനിക് മിസ്റ്റീരിയോ പറയുന്നു. അപ്പോൾ ഡ്രാഗൻ ലീ പറയുന്നുണ്ട് റെസ്പെക്റ്റോട് കൂടി സംസാരിക്കൂ എന്നുള്ളത്. പിന്നീട് ഈ റെസ്പെക്റ്റ് ഞാൻ നിനക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മാച്ച് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഈ ഡൊമിനിക് മിസ്റ്റീരിയോ വേഴ്സസ് ഡ്രാഗൻ ലീ തമ്മിലുള്ള ഒരു മത്സരം റോ എപ്പിസോഡിലേക്ക് ഒരു ഇൻപ്രൊമോട്ട് മാച്ചായിട്ട് കൺഫേം ചെയ്യുന്നു. റോ എപ്പിസോഡിൽ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ഇൻ റിംഗ് സെഗ്മെൻ്റ് ആയിരുന്നു. കഴിഞ്ഞ റോ എപ്പിസോഡിലൂടെ സർപ്രൈസായിട്ട് റോ ബ്രാൻഡിലേക്ക് റിട്ടേൺ ചെയ്ത വുമൻസ് വേൾഡ് ചാമ്പ്യനായ സ്റ്റെഫനി വെക്കേറിൻ്റെ ഒരു റിട്ടേൺ സെഗ്മെൻറ്റ് കാണികളോട് നന്ദി പറയുന്നു. റിട്ടേൺ ചെയ്ത് വന്നതിലും അടുത്ത ലക്ഷ്യം ലിക് മോർഗൻ ആണെന്നും പറയുന്നു. അങ്ങോട്ടേക്ക് ബെക്കി ലഞ്ച് കയറി വരുന്നു. ബെക്കി ലഞ്ചിനും ലിക് മോർഗനെതിരെയുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് ആവശ്യമെന്ന് പറയുന്നു. അപ്പോൾ ഇവർക്കിടയിൽ ഒരു വാക്ക് തർക്കം നിൽക്കുന്ന ഒരു സമയത്ത് സ്റ്റെഫനി വെക്കേർ റിങ്ങിൽ നിന്ന് ഇറങ്ങി ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന ഒരു മൊമെൻറ്റിൽ ലിക് മോർഗൻ പിറകിലൂടെ വന്ന് ബെക്കി ലഞ്ചിനെ ആക്രമിക്കുന്നു. ബെക്കി ലഞ്ച് തിരിച്ചടിക്കുന്നുണ്ട്. സ്റ്റെഫനി വെക്കേർ വന്നിട്ട് ലിക് മോർഗനെ അടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ ലിക് മോർഗൻ അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നു. പിന്നെയും ബെക്കി ലഞ്ചും സ്റ്റെഫനി വെക്കേറും ഫേസ് ടു ഫേസ് വരുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റോറി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് നമുക്ക് റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് LA നൈറ്റിൻ്റെ ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ സെഗ്മെൻ്റ് ആയിരുന്നു. LA നൈറ്റ് ഈ ഒരു ലൂച്ചാഡോർ ടൂർണമെൻറ്റ് വന്നതിനെ സംബന്ധിച്ചും റോമൻ റീൻസ് ഈ റെസ്ലേഴ്സിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ചും സംസാരിക്കുന്നു. എന്തുകൊണ്ട് തനിക്കൊരു അവസരം റോമൻ നൽകുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കംപ്ലയിൻസ് ആണ് അവിടെ പറയുന്നത്. അങ്ങോട്ടേക്ക് സോളോ സിക്കോവ കയറി വരുന്നു. സോളോ സിക്കോവ ബ്ലെയിൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ സംബന്ധിച്ചുള്ള ഒരു വാർണിംഗ് LA നൈറ്റിന് കൊടുക്കുന്നു. റോയ്സ് കേസിനെ ഇവർ എടുത്തെറിഞ്ഞു. ഇനി താനാണ് ലക്ഷ്യം. അത് കഴിഞ്ഞാൽ LA നൈറ്റ് ഇവർ റോമൻ റീൻസോ അല്ലെങ്കിൽ ജെ ഉസോയോ മാത്രമല്ല, ഇവരൊരു കൂട്ടം റെസ്ലേഴ്സാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്നാൽ ചിലപ്പോൾ നമുക്ക് ഇവർക്കെതിരെ മുന്നേറി പോകാൻ സാധിക്കുമെന്നുള്ള സോളോ സിക്കോവയുടെ ഒരു അവകാശവാദം അത് LA നൈറ്റിന് മുന്നിലേക്ക് വെച്ചപ്പോൾ LA നൈറ്റ് പറയുന്നു അത് സമ്മർസ്ലാം വരെ ഉണ്ടായിരുന്നുള്ളൂ, നിന്നുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തനിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല, ആ പാർട്ട്ണർഷിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ LA നൈറ്റിനെ തന്നെ സമീപിക്കാം എന്നുള്ളത് സോളോ സിക്കോവ പറയുന്നതായിട്ടാണ് ഒരു സെഗ്മെൻറ്റിൻ്റെ അവസാന മൊമെൻറ്റിൽ കേൾക്കാൻ സാധിച്ചത്. റോ എപ്പിസോഡിലെ മൂന്നാമത്തെ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ചത് ഡ്രാഗൻ ലീയും ഡൊമിനിക് മിസ്റ്റീരിയോയും തമ്മിലുള്ള മത്സരമായിരുന്നു. കുഴപ്പമില്ലാത്തൊരു മത്സരമായിരുന്നു. AAA മെഗാ ചാമ്പ്യനായതിനു ശേഷം ഡൊമിനിക് മിസ്റ്റീരിയോ ഈ മെയിൻ റോസ്റ്ററിൽ അത്ര വലിയ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു റെസ്ലറായിട്ട് അദ്ദേഹത്തെ ബുക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന മത്സരങ്ങളിൽ ഡൊമിനിക് മിസ്റ്റീരിയോ അത്ര ഒരു വിജയിക്കാൻ പോകുന്ന ഒരു റെസ്ലർ എന്നുള്ള രീതിയിലേക്ക് ഇതുവരെ കാണിച്ചിട്ടില്ല. ഇതാ ഇപ്പോൾ ഡ്രാഗൻ ലീ എന്ന റെസ്ലർ വരെ ഡൊമിനിക് മിസ്റ്റീരിയോയെ പരാജയപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. AAA ഷോകളിൽ വരുമ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് വലിയൊരു പ്രയോറിറ്റിയുള്ള സ്റ്റോറി ലൈൻ വരുമ്പോൾ മെയിൻ റോസ്റ്ററിലേക്ക് വരുമ്പോൾ ഒരു ജോബർ കണക്കിനാണ് നിലവിൽ ഡൊമിനിക് മിസ്റ്റീരിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ലഭിക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് കിട്ടുമെന്ന് കരുതാം. ഡൊമിനിക് മിസ്റ്റീരിയോ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ചില ഇൻ്റർവ്യൂകളിൽ AAAയിലും WWEയിലും തന്നെ രണ്ട് രീതിയിൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തതിനെ സംബന്ധിച്ചുള്ള ഒരു അമർഷം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു റിയൽ സ്റ്റോറിയാണ്. അപ്പോൾ ഡ്രാഗൻ ലീ ഡൊമിനിക് മിസ്റ്റീരിയോയെ പരാജയപ്പെടുത്തി. ഡ്രാഗൻ ലീ സെലിബ്രേറ്റ് ചെയ്ത ഒരു സമയത്ത് ബിഗ് ഗ്യാസ് വരുന്നു. ബിഗ് ഗ്യാസ് ഡ്രാഗൻ ലീയെ ആക്രമിക്കുന്നു. ജിവോൺ എവൻസ് വന്നിട്ട് ബിഗ് ഗ്യാസുമായിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ജിവോൺ എവൻസിനെയും ബിഗ് ഗ്യാസ് ആക്രമിക്കുന്നു. അപ്പോൾ ബിഗ് ഗ്യാസ് സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു മൊമെൻ്റാണ് നമുക്ക് ഈ റോ എപ്പിസോഡിലും ഗ്യാസിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. പിന്നീട് നമുക്ക് റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് സോളോ സിക്കോവയുടെ ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ സെഗ്മെൻ്റ് ആയിരുന്നു. സോളോ സിക്കോവയുടെ ആ മിസ്റ്ററി പാർട്ട്ണർ ആരാണ് എന്നുള്ളത് സോളോ സിക്കോവയോട് ചോദിക്കുന്നു. അതിനെ സംബന്ധിച്ച് തനിക്ക് പോലും ഒന്നും അറിയില്ല എന്നുള്ളത് സോളോ സിക്കോവ പറയുന്നുണ്ട്. എന്താണ് പ്ലാൻ എന്നുള്ളത് ചോദിക്കുമ്പോൾ ജഡ്ജ്മെൻറ്റ് ഡേയുമായിട്ട് ഈ ഒരു ഫ്യൂഡ് കുറേയധികം മാസങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ റോ എപ്പിസോഡിൽ റോക്സിനി പെരസിന് തനിക്കെതിരെ ചെയ്തതിനോടുള്ള ഒരു പ്രതികാരം
പകരം തനിക്ക് വീട്ടണം, കൂടാതെ തൻ്റെ കൈവശത്ത് നിന്ന് നഷ്ടപ്പെട്ട ഒരു ചാമ്പ്യൻഷിപ്പ് വീണ്ടെടുക്കണം എന്നുള്ളൊരു മറുപടിയാണ് സോൾ റൂക്ക പങ്കുവെക്കുന്നത്. അപ്പോൾ മിസ്റ്ററി പാർട്ണറായിട്ട് ആര് വരണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് ഡാൻ ഹൗസിന് കയറി വരുന്നു. ഡാൻ ഹൗസിന് പറയുന്നുണ്ട് താൻ വേണമെങ്കിൽ ഒരു പാർട്ണറായിട്ട് വരാമെന്ന്, ആവശ്യമില്ല എന്നുള്ളത് സോൾ റൂക്ക പറഞ്ഞു പോകുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു നമുക്കവിടെ കാണാൻ സാധിച്ചത്. റോ എപ്പിസോഡിലെ 4ാമത്തെ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ചത് ഇന്നത്തെ റോ എപ്പിസോഡിൽ വുമൻസ് ഡിവിഷന് വേണ്ടിയിട്ട് നടന്ന ഏക മത്സരമായിരുന്നു. ജഡ്ജിയുടെ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ റഗൽ റോഡ്രിഗസും റോക്സിനി പെരസും ടീം ആയിക്കൊണ്ട് സോൾ റൂക്കയും സോൾ റൂക്കയുടെയും മിസ്റ്ററി പാർട്ണറായി വന്ന ഇയോസ്കയും തമ്മിലുള്ള ടാഗ് ടീം മത്സരം ഗംഭീരമായിട്ടുള്ളൊരു മത്സരമായിരുന്നു. രണ്ട് ടീമിനും കൃത്യമായിട്ടുള്ള ഒരു ആധിപത്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടൈമും ഈ ഒരു മാച്ചിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ മത്സരത്തിൽ സോൾ റൂക്ക, ഇയോസ്കൈ തുടങ്ങിയവരുടെ ടീം പിൻഫോളിലൂടെ വിജയം നേടിയെടുക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റോക്സിനി പെരസിനെ സോൾ സ്നാച്ചർ എന്ന് പറയുന്ന ഫിനിഷർ അടിച്ചുകൊണ്ട് സോൾ റൂക്കയാണ് ഈ ഒരു ടാഗ് ടീം മത്സരത്തിൽ ഇയോസ്കൈക്ക് മൊത്തം ഈ ഒരു മത്സരം വിജയിക്കാനുള്ള ഒരു മൊമെൻറ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. എന്തായാലും ഈ വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് സോൾ റൂക്കയ്ക്ക് ഒരു പടി കയറി വരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ മത്സര വിജയത്തിലൂടെ ഏകദേശം കൺഫേം ചെയ്യപ്പെടുകയും ചെയ്തു. പിന്നീട് റോ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നത് കുറേയധികം ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ്സ് ഒരുമിച്ച് ഇങ്ങനെ വന്നതായിരുന്നു. അതിൽ ആദ്യത്തേത് നിലവിലെ റോ ജനറൽ മാനേജറായ ഏദം പിയേഴ്സിനോട് LA Knight അദ്ദേഹത്തിൻ്റെ കംപ്ലയിൻറ്റ്സ് പറയുന്നതാണ്. ഈ ലൂച്ച മാസ്ക് ഇട്ട് വരുന്ന റെസ്ലേഴ്സിന് ഈ ടൂർണമെൻറ്റ് മാച്ച് കൊടുക്കുന്നതും നമ്പർ 1 റണ്ണറാക്കി മത്സരിക്കാൻ കൊണ്ടുവരുന്നതും തനിക്ക് എന്ത് രീതിയിലുള്ള ഒരു പരിഗണനയാണ് നൽകുന്നത് എന്ന് ഏദം പിയേഴ്സിനോട് LA Knight ഒരു കംപ്ലയിൻറ്റ് പറയുമ്പോൾ, നിനക്കും നമ്പർ 1 റണ്ണറാകാനുള്ള ഒരു അവസരം ഞങ്ങൾ തരാം, നിനക്കുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം നിന്നെ തേടി വരും, അത് ഞാൻ സെറ്റ് ചെയ്ത് തരാം എന്നുള്ളതാണ് ഏദം പിയേഴ്സ് LA Knightനെ ഒന്ന് ശാന്തനാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു മറുപടി. അത് ഏത് രീതിയിലാണ് റോമൻ റെയിൻസിനെതിരെ എന്നാണ് LA Knightന് മാച്ച് ലഭിക്കുന്നത് എന്നൊന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് ബ്രോൺ ബ്രേക്കർ പോൾ ഹേമന് മീറ്റ് ചെയ്ത ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. ഒബാഫെമി ഈ കമ്പനിയുടെ ഭാവിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോൾ ഹേമന് കൊടുക്കുന്ന മറുപടി, ബ്രോക്ക് ലെസ്നറിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒബാഫെമി ചെയ്യുകയുണ്ടായി, അതുകൊണ്ട് തന്നെ തനിക്ക് ഒബാഫെമിയോട് ഒരു ബഹുമാനമുണ്ട്, താൻ റെസ്പെക്റ്റ് ചെയ്യുന്നു, ഒബാഫെമി കിടിലൻ റെസ്ലറാണ് എന്നൊക്കെ പോൾ ഹേമൻ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും താൻ ചോദിച്ചതിന് മറുപടി കിട്ടിയിട്ടില്ല എന്ന് ബ്രോൺ ബ്രേക്കർ പറയുന്നു. ഒബാഫെമി ഈ കമ്പനിയുടെ ഭാവിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ താൻ ഒബാഫെമിയെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, തനിക്കിപ്പോൾ തോന്നുന്നത് നീ ഒബാഫെമി ഈ കമ്പനിയുടെ ഭാവിയാണെന്ന് വിചാരിക്കുന്നുണ്ട് എന്നുള്ള തലത്തിലാണ് പോൾ ഹേമൻ ബ്രോൺ ബ്രേക്കറിനോട് പറഞ്ഞതാണ്. അപ്പോൾ പോൾ ഹേമൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, ഞാൻ ഒബാഫെമിയെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒബാഫെമിയുടെ ഭാഗത്തു നിന്ന് സംഭവിക്കണം, എന്നാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ബ്രോൺ ബ്രേക്കറിന് എന്താണ് കാര്യമെന്ന് മനസ്സിലായി. ഒബാഫെമിയെ ഒന്നെങ്കിൽ ബ്രോൺ ബ്രേക്കർ പരാജയപ്പെടുത്തണം, അല്ലെങ്കിൽ ഒബാഫെമി സ്വയം കീഴ്പ്പെടണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലാണ് ഒബാഫെമി ഈ കമ്പനിയുടെ ഭാവിയല്ല എന്നുള്ളത് പോൾ ഹേമൻ തീരുമാനിക്കുകയുള്ളൂ. അപ്പോഴാണ് ബ്രോൺ ബ്രേക്കറാണ് ഈ കമ്പനിയുടെ ഭാവി എന്നുള്ളത് പോൾ ഹേമൻ സമ്മതിക്കുകയുള്ളൂ എന്നുള്ളത് ബ്രോൺ ബ്രേക്കറിന് മനസ്സിലായി. അതുകൊണ്ട് ബ്രോൺ ബ്രേക്കർ അവിടെ കുറച്ച് സന്തോഷിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ചാഡ് ഗേബിൾ ട്രിപ്പിൾ എ ജനറൽ മാനേജറും WWE ഹോൾ ഓഫ് ഫെയിമറുമായ റെയ് മിസ്റ്റീരിയോയുമായിട്ടൊരു മീറ്റപ്പ് നടത്തിയതായിരുന്നു. അവിടെ പെൻഡ ഉണ്ടായിരുന്നു. പെൻഡ കുറച്ച് സംസാരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. റെയ് മിസ്റ്റീരിയോയ്ക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ചാഡ് ഗേബിൾ പറയുന്നു. ട്രിപ്പിൾ എയിൽ ഗംഭീരമായിട്ടുള്ളൊരു വർക്കാണ് ജനറൽ മാനേജർ ആയിക്കൊണ്ട് റെയ് മിസ്റ്റീരിയോ ചെയ്യുന്നത് എന്നും തൻ്റെ ഒരു ഡ്രീമാണ് ഒരു ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ താൻ ആ ഒരു മാച്ചിന് ഒരുക്കമാണ് എന്നുള്ളത് റെയ് മിസ്റ്റീരിയോ പറയുന്നു. പക്ഷേ അത് എന്നാണ്, എവിടെ വെച്ചിട്ടാണ് എന്നുള്ളത് ചാഡ് ഗേബിൾ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലോ അല്ലെങ്കിൽ ട്രിപ്പിൾ മാനിയ എന്ന് പറയുന്ന ഷോയിലോ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. വെയിറ്റ് ചെയ്തിരിക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് സോൾ റൂക്കയും ഇയോസ്കയും ആ ടാഗ് ടീം മത്സരത്തിൽ വിജയിച്ച ആ ഒരു സെലിബ്രേഷനോട് കൂടിയിട്ട് ബാക്ക് സ്റ്റേജിലൂടെ നടന്നു വരുന്നു. ലൈറ വാൽക്കീരിയ എന്ന് പറയുന്ന റെസ്ലർ ഇവരെ മീറ്റ് ചെയ്തു. സോൾ റൂക്ക എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ഒരു പാർട്ണറായിട്ട് ഇയോസ്കൈ വന്നതിനെ സംബന്ധിച്ചും സോൾ റൂക്ക എന്ന് പറയുന്ന ആ റെസ്ലർ ഈ ടാഗ് ടീം മത്സരത്തിൽ വിജയിച്ചതിനെ സംബന്ധിച്ചും സംസാരിക്കുന്നു. ഈ സോൾ റൂക്ക എന്ന് പറയുന്ന ആ റെസ്ലർ വീണ്ടും വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് കയറി വരുന്നതിൽ തനിക്ക് അതൃപ്തിയുണ്ട് എന്നുള്ളത് ലൈറ വാൽക്കീരിയ പറയുന്നു. അടുത്തതായിട്ട് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ചിന് പോകുന്നത് താനാണെന്ന് ലൈറ പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് ലൈറയ്ക്ക് ഈ ഒരു അവസരം കിട്ടുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ബെയിലിയോട് ചോദിച്ചാൽ മതി എന്നുള്ളൊരു മറുപടി സോൾ റൂക്കയ്ക്ക് ലൈറ വാൽക്കീരിയ കൊടുക്കുന്നു. അപ്പോൾ സോൾ റൂക്കയും ലൈറ വാൽക്കീരിയ എന്നുള്ളൊരു ഫ്യൂഡ്, ഇവർക്കിടയിലെ ഒരു മത്സരം, അത് വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിൻ്റെ അടുത്ത എതിരാളിയെ കണ്ടുപിടിക്കുന്ന രീതിയിൽ ഒരു നമ്പർ 1 കണ്ടൻഡേഴ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നു അവസാനത്തെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആയിട്ട് ഇന്നത്തെ റോ എപ്പിസോഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റോ എപ്പിസോഡിലെ 5ാമത്തെ മത്സരമായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന മെയിൻ ഇവൻറ്റിലെ മത്സരം സോളോസിക്കോവയും ജെ ഊസോയും തമ്മിലുള്ള മത്സരമായിരുന്നു. സോളോസിക്കോവ പരാജയപ്പെട്ടാൽ അടുത്ത റോ എപ്പിസോഡിൽ റോമൻ റെയിൻസിൻ്റെ അടുത്തേക്ക് സോളോസിക്കോവ പോകണം. റോമൻ റെയിൻസ് ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് പറയും. അതായത് സോളോസിക്കോവയെ ജെ ഊസോ ഡെലിവർ ചെയ്യും. ഇനി സോളോസിക്കോവ വിജയിക്കുകയാണെങ്കിൽ സോളോസിക്കോവയുടെ ബിസിനസ്സിൽ ബ്ലഡ് ലൈൻ ഇടപെടാൻ
പാടില്ല, സോളോസിക്കോവയെ ഒറ്റയ്ക്ക് വിടണം എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൻ്റെ സ്റ്റിപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗംഭീരമായിട്ടുള്ളൊരു സ്റ്റിപ്പുലേഷൻസ് ആണ്. രണ്ട് പേർക്കും വിജയസാധ്യത ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റിപ്പുലേഷൻസ് ആയിരുന്നു. എന്നാൽ മത്സരം നല്ല രീതിയിലുള്ള ഒരു മത്സരമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ആവറേജ് തലത്തിൽ മാത്രമാണ് മെയിൻ ഇവൻ്റ് മത്സരത്തെ ഞാൻ നോക്കിക്കാണുകയുള്ളൂ. പക്ഷേ ഈ മത്സരത്തിൻ്റെ റിസൾട്ട് അടുത്ത റോ എപ്പിസോഡ് കാണാനുള്ളൊരു എൻ്റെ ഒരു ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ചു. എന്താണെന്ന് വെച്ചാൽ ജെ ഊസോ പിൻഫോളിലൂടെ സോളോസിക്കോവയെ പരാജയപ്പെടുത്തി. ജിമ്മി യൂസോയുടെ ഒരു സഹായം അല്ലെങ്കിൽ ഒരു ഇൻ്റർഫിയറൻസ് അത് സോളോസിക്കോവയുടെ പരാജയത്തിലേക്ക് നയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാലും സോളോസിക്കോവ പരാജയപ്പെട്ടു. ഇനി അടുത്ത റോ എപ്പിസോഡിൽ സോളോസിക്കോവ റോമൻ റീൻസുമായിട്ടുള്ള ഒരു സെഗ്മെൻറ്റിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? OG റീയൂണിയൻ ചെയ്യിപ്പിക്കുമോ, അതോ സോളോസിക്കോവ ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്ത് നിന്നുകൊണ്ട് ബ്ലഡിനെതിരെ ഒരു ഫൈറ്റിന് തയ്യാറാണ്, താൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടിക്കൊള്ളാം എന്നുള്ള രീതിയിലേക്ക് സോളോസിക്കോവ മാറുമോ എന്നൊക്കെ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ജേക്കബ് ഫാറ്റു, റോമൻ റീൻസ്, ഊസോസ് തുടങ്ങിയവരൊക്കെ സോളോസിക്കോവയുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അടുത്ത റോ എപ്പിസോഡിൽ നടത്തും. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് നമുക്ക് അടുത്ത റോ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം. അടുത്ത റോ എപ്പിസോഡിൽ ഇപ്പോൾ നമ്പർ 1 കണ്ടൻസ് ടൂർണമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ 2 മത്സരങ്ങൾ കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഒരു മത്സരം എന്ന് പറയുന്നത് ഡ്രാഗൻ ലീ വേഴ്സസ് എൽ ഹിജോ ഡി വാഗ്നർ ജൂനിയർ എന്ന് പറയുന്ന റെസ്ലറാണ്. രണ്ടാമത്തെ മത്സരമായി നടക്കാൻ പോകുന്നത് റേ ഫിനിക്സ് വേഴ്സസ് എൽ ഫിസിക്കൽ തമ്മിലുള്ള ഒരു മത്സരമാണ്. റോമൻ റീൻസിൻ്റെ ഒരു റിട്ടേൺ സെഗ്മെൻറ്റും അടുത്ത റോ എപ്പിസോഡിലൂടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഈ റോ എപ്പിസോഡിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ളത്. സ്റ്റോറി ലൈൻ വൈസ് ഗംഭീരമായിട്ടുള്ളൊരു റോ എപ്പിസോഡായിരുന്നു. ബോർ എന്ന് പറയാൻ സാധിക്കില്ല, എബോവ് ഏവറേജ് ഷോ ആയിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.